In this lecture, we will be discussing on the topic sensitivity analysis. So, sensitivity analysis we perform after the linear programming problems. So, what is that? So, it is also known as post optimality analysis. Basically, we are doing this particular thing to study how the optimal solution will change with changes in the input coefficient. So, what are the different input coefficients? One is the RHS of constraints, that is resource availability, and the objective function coefficient. I will show one example. So, Z is equal to 4x1 plus 5x2. Here this is the objective function with decision variables x1 and x2, and it is subjected to a constraint x1 plus x2 less than or equal to 150 and x1 plus 2x2 less than or equal to 200. So these are the constraints. Okay, so each constraint represents the resource availability. Maybe it is a labor, maybe it's a machine, so it can be anything. Okay, so the optimal value that we get for this particular objective function and these constraints, okay, that for example Z we got it as 500, and the composition like decision variable x1 is equal to 25 and x2 is equal to 50, or maybe like 80. Okay, so this was the solution that we got for this particular value. So how this will change, how the optimal value will change, and whether this optimal solution will change when whether the resource availability 150 has been changed or 200 has been changed or the objective function coefficient. So sensitivity analysis പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഈ റിസോഴ്സ് അവൈലബിലിറ്റി നമ്മുടെ കൺസ്ട്രെയിൻസുകളിലെ RHSൻ്റെ വാല്യൂസ് മാറുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ്, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ടേംസ്, ഇതിൽ മാറ്റം വരികയോ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് Z എന്ന് പറയുന്ന ഒപ്റ്റിമൽ വാല്യൂവിനുണ്ടാവുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻസിനുണ്ടാവുക. ഇതാണ് ശരിക്കും സെൻസിറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷാഡോ പ്രൈസ്. സോ ഷാഡോ പ്രൈസ് എന്ന് പറയുന്നത് ഇസ് ആൾസോ നോൺ ആസ് ഡ്യുവൽ വാല്യൂ. നമ്മൾ ഡ്യുവാലിറ്റി എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 2-ൽ. സോ ഷാഡോ പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ ചേഞ്ച് ഇൻ ദ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ദ Z വാല്യൂ വെൻ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ ദ RHS ഓഫ് എ കൺസ്ട്രെയിൻറ്റ് കീപ്പിംഗ് ഓൾ അതർ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു 150 എന്ന് പറയുന്നതായിരുന്നു ഒരു റിസോഴ്സ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ ഇൻക്രീസിങ് ദിസ് കൺസ്ട്രെയിൻ ബൈ 1 യൂണിറ്റ്, അതായത് 150 എന്നുള്ളത് 151 ആയിക്കഴിഞ്ഞാൽ എന്ത് ചേഞ്ചാണ് ഇസഡിന് സംഭവിക്കുന്നത്, അത് തരുന്നതാണ് എന്ത് ഷാഡോ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ മാർജിനൽ വാല്യൂ ഓഫ് എൻ അഡീഷണൽ ഓഫ് യൂണിറ്റ് ഓഫ് റിസോഴ്സ്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഷാഡോ പ്രൈസ് ഓഫ് എ മെറ്റീരിയൽ കൺസ്ട്രെയിൻ ഈസ് 50. അതിൻ്റെ അർത്ഥം എന്താ, ഈ കൺസ്ട്രെയിൻ്റെ റിസോഴ്സ് ഒരു യൂണിറ്റ് കൂട്ടിയാൽ, എന്ന് പറയുക മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50 ആണെന്ന് വയ്ക്കുക, 100 ആണെന്ന് വയ്ക്കുക, 100 എന്നുള്ളത് 1 യൂണിറ്റ് കൂടി 101 ആണെങ്കിൽ Z വാല്യൂ എന്ത് ചെയ്യും, ബൈ 50 അത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഷാഡോ പ്രൈസിൽ പറയുന്നത്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് കോസ്റ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മളുടെ റിസോഴ്സ് ഒരു യൂണിറ്റ് മാറുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് പർട്ടിക്കുലർലി നമ്മുടെ ഷാഡോ പ്രൈസിൽ സംസാരിക്കുന്ന കാര്യം. ഇനി സെൻസിറ്റീവ് അനാലിസിസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക, എത്രത്തോളം നേരം എത്രത്തോളം കണ്ടീഷൻസിൽ അത് സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കും, അത് കാരണം നമ്മുടെ മാനേജൽ ഡിസിഷൻസിനെ ഹെൽപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ ലേബറുണ്ട്, മെറ്റീരിയലുണ്ട്, അപ്പോൾ ലേബർ കൂട്ടിക്കഴിഞ്ഞാൽ ലാഭം കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലേബർ കൂട്ടണോ മെറ്റീരിയൽ കൂട്ടണോ, അതോ പ്രോഫിറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കണോ, മാർജിൻ കൂട്ടാൻ ശ്രമിക്കണോ എന്നുള്ളതൊക്കെ പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസിറ്റീവ് അനാലിസിസ് പെർഫോം ചെയ്യുന്ന കൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
മെയിനായിട്ടും സെൻസിറ്റീവ് അനാലിസിസ് ഡീൽ ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സിനാണ്. ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻറ്റും, അതായത് പ്രോഫിറ്റിൽ മാറ്റങ്ങൾ വരുമ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു കോസ്റ്റ് ബേസ് ആയിട്ട് മിനിമൈസേഷൻ ആണെങ്കിൽ കോസ്റ്റിൻ്റെ ചേഞ്ച് വരുമ്പോൾ എന്താണ് മാറ്റം വരിക, അത് കാരണം ഉണ്ടാകുന്ന ഒപ്റ്റിമൽ ബേസിസിലുള്ള ചേഞ്ച് എന്താണ് ഈ ഒപ്റ്റിമൽ ബേസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ x1, x2, x3 എന്ന് പറയുന്ന 3 ഡിസിഷൻ വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ x1ഉം x2 ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ ബേസിസ് മാറുന്നുണ്ടോ അതോ പുതിയ x3 വരുന്നുണ്ടോ എന്നൊക്കെ പഠിക്കാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ മേജറായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസിൻ്റെ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ലേബർ അവൈലബിലിറ്റി, മെഷീൻ അവേഴ്സ്, മറ്റു കാര്യങ്ങളാണ്. അതിൽ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഇതിനാണ് ബേസിക്കലി സെൻസിറ്റീവ് അനാലിസിസ് പെർഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മളെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാക്ടറി 2 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എ ആൻഡ് ബി. ലിമിറ്റഡ് ലേബർ റോ മെറ്റീരിയൽസുമാണ്. സോ മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു നോ ലേബർ അവൈലബിലിറ്റി കൂട്ടിയാൽ 10 അവേഴ്സ് കൂട്ടിയാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുമോ ഇല്ലയോ. ഇനി എന്തെങ്കിലും കാരണത്താൽ പ്രോഫിറ്റ് മാർജിൻ ഓഫ് പ്രോഡക്റ്റ് എ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻറ്റിലെ Z ഈസ് ഈക്വൽ ടു 4x1 + 5x2 എന്ന് പറയുന്നു. x1 റെപ്രസെൻറ്റ് ചെയ്യുന്ന എ എന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ ഉള്ള 4 എന്ന് പറയുന്നത് കുറഞ്ഞ് 2 ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊഡക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ x1നും x2നും നമുക്ക് കിട്ടിയ വാല്യൂസ് മാറുമോ ഇല്ലയോ. ഇതെല്ലാം പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ സെൻസിറ്റീവ് അനാലിസിസിലൂടെ ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഒരു സെൻസിറ്റീവ് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസിൽ യൂഷ്വലി കുറച്ച് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഒന്ന്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. 2, അതിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, അതിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 എത്ര ഉണ്ടാക്കണം, x2 എത്ര ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പനി 3 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ചില വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എ ബി സി എന്ന് പറയുന്ന 3 പ്രോഡക്റ്റ്. അപ്പോൾ ആ കമ്പനിയുടെ സൊല്യൂഷൻ LPP സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എ 10 എണ്ണം, ബി 20 എണ്ണം ഉണ്ടാക്കണമെന്ന് കിട്ടി, സി ഉണ്ടാക്കേണ്ടെന്നാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ആ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും ആണ് നമ്മളുടെ മിക്സ്. ഇനി അതിൻ്റെ Z വാല്യൂ ആണ് ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് അനാലിസിസ് നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിനകത്ത് ഓൾറെഡി ഷാഡോ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി പറഞ്ഞു, ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രെയിൻഡുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. രണ്ടാമത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എയും ബിയും സിയും എന്ന് പറയുന്ന 3 പ്രോഡക്റ്റ് ഉണ്ടാക്കണം വേണ്ടോ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കഴിഞ്ഞു എയും ബിയും ഉണ്ടാക്കിയാൽ മതിയെന്ന് കിട്ടി. അപ്പോൾ ആ കേസിൽ സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ അഡീഷണലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അഡീഷണലായിട്ട് ഉണ്ടാക്കണം തീരുമാനിക്കണമെങ്കിൽ എത്രത്തോളം അഡീഷണൽ കോസ്റ്റ് നമുക്കാകും എന്ന് പറയുന്നതാണെന്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തരുന്ന വേറൊരു ഇൻഫർമേഷനാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ റേഞ്ച് പറയും, RHSൻ്റെ കോൺസ്റ്റൻസിൻ്റെ റേഞ്ചും പറയും. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു RHSൻ്റെ ചേഞ്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് റിസോഴ്സ് അവൈലബിലിറ്റി 1 യൂണിറ്റ് മാറ്റി അല്ലെങ്കിൽ 2 യൂണിറ്റ് മാറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന റേഞ്ചിൽ തന്നെയാണോ, അതിൻ്റെ അപ്പർ ലിമിറ്റും അതിൻ്റെ ലോവർ ലിമിറ്റിലൊക്കെ തന്നെയാണോ ഈ വാല്യൂ കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. എന്തൊക്കെയാണ്? പ്രോഡക്റ്റ് മിക്സ് മാറില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ എയും ബിയും തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. എപ്പോഴാണെങ്കിൽ ഈ റിസോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ റേഞ്ചിൽ തന്നെയാണ് മാറുന്നതെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് മാറുന്നില്ല. പക്ഷേ എന്തൊക്കെ മാറും? ഒപ്റ്റിമൽ സൊല്യൂഷൻ വാല്യൂസ് മാറും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ മാറും. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ മാറും, അതിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ മാറുമെന്ന് മനസ്സിലാക്കുക. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻ്റാണ് മാറുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ Z ഈസ് ഈക്വൽ ടു 4x1 + 5x2 എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ പ്രോഫിറ്റ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻ്റ് മാറുകയാണ്, അത് ഈ റേഞ്ചിൽ, അതായത് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന റേഞ്ചിലാണ് മാറുന്നതെങ്കിൽ എന്തായിരിക്കും? ഒപ്റ്റിമൽ സൊല്യൂഷൻ മാറില്ല. അതായത് നമുക്ക് ആദ്യത്തെ ബേസ് LPPയിൽ ഉണ്ടായിരുന്ന വാല്യൂസ് തന്നെയായിരിക്കും, പിന്നെയും പ്രോഡക്റ്റ് മിക്സും മാറില്ല.
എന്ത് മാറും? ഒപ്റ്റിമൽ വാല്യൂ മാറും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ മാറും. ഇസഡിൻ്റെ വാല്യൂ മാറും. കാരണം എന്താ, എക്സ് എന്ന് പറയുന്നത് 4 എന്നുള്ളത് ഇപ്പോൾ 6 ആയി. അപ്പം ഡെഫിനറ്റ്ലി ഇസഡ് വാല്യൂ ചേഞ്ച് ചെയ്യും. പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യത്തില്ല? നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമൽ സൊല്യൂഷനോ പ്രോഡക്റ്റ് മിക്സോ ഒന്നും മാറില്ല. അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ, ഈ ഒരു 4 പോയിൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്യാം. അപ്പോൾ നമുക്കത് നോക്കാനായിട്ട് ഒരു സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. കമ്പനി 3 പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ABC. അതിന് വേണ്ടിയിട്ട് 3 മെഷീൻസാണ് ഉപയോഗിക്കുന്നത്, M1, M2, M3. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. Z = 10x1 + x(x2) + 4x3. അതിൻ്റെ ലിമിറ്റ്സ്, M1ൻ്റെ ലിമിറ്റ്, M2ൻ്റെ ലിമിറ്റ്, M3യുടെ ലിമിറ്റ്. ഓക്കെ, ഇത് റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കാര്യം x1ൻ്റെ വാല്യൂ, x2ൻ്റെ വാല്യൂ, x3യുടെ വാല്യൂ ആൻഡ് ഇസഡിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടുന്ന് നമുക്കുള്ള ഇൻഫറൻസ് എന്താ? ഇപ്പോൾ അവരുണ്ടാക്കുന്നത് എയും ബിയുമാണ്, സി ഉണ്ടാക്കുന്നില്ല. അതിലൂടെ കിട്ടുന്ന ലാഭം എന്താ? 733.33 ആണെന്നുള്ളതാണ് ഈ ലൈനിൽ റീഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലൈൻ റീഡ് ചെയ്യേണ്ടത് എന്താ? ഷാഡോ പ്രൈസാണ്. അപ്പോൾ എന്ത് ഷാഡോ പ്രൈസ് പറയുന്നത്? M1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റെ ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺസ്ട്രെയിന് 1 യൂണിറ്റ് കൂട്ടിയാൽ 101 ആയാൽ ഇസഡിൻ്റെ വാല്യൂയുടെ ചേഞ്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് M1, M2, M3. അപ്പോൾ ഇതിൽ തേർഡ് കൺസ്ട്രെയിൻസ് എത്ര മാറ്റം വരുത്തിയാലും എന്ത് ചേഞ്ച് ഉണ്ടാവത്തില്ല? ഇസഡ് വാല്യൂ മാറില്ല എന്നൊരു ഒബ്സർവേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടി. M1ൽ നിന്ന് M2 എന്ത് കിട്ടിയേ? M1 1 യൂണിറ്റ് മാറിയാൽ 3.33 എന്ന് പറയുന്നത് ഇസഡിൽ ആഡ് ആവും. ഇനി M2 ആണ് ചെയ്യുന്നതെങ്കിലോ 0.67 ആഡ് ചെയ്യും, 1 യൂണിറ്റ് മാറ്റം വരുത്തിയാൽ. ഓക്കെ, ഇനി റെഡ്യൂസ്ഡ് കോസ്റ്റ്. റെഡ്യൂസ്ഡ് കോസ്റ്റ് എന്താ പറയുന്നത്? അത് സംസാരിക്കുന്നത്, അതിന് വാല്യൂ തന്നിട്ടുണ്ട്, x1 = 2, x2 = 0 ആൻഡ് x3 = 2.67. ഇനി റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്, എന്ന് പറയാം അലോവബിൾ കോഎഫിഷ്യൻറ്റ് റേഞ്ച്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ അലോവബിൾ കോഎഫിഷ്യൻറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ Z = 10x1 + 6x2 + 4x3യിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ആണ് 10 എന്ന് പറയുന്നത്. അത് ഏത് റേഞ്ച് വരെ പോകാം? 6 മുതൽ 15 വരെ പോകാം. ഓക്കെ, അതാണ് അലോവബിൾ കോഎഫിഷ്യൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അതേ കണക്ക് ബാക്കിയുള്ളതാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. B 4 മുതൽ 10 വരെ, C എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും താഴെ പോകാം, പക്ഷേ മാക്സിമം എന്താണ്? 6.67 വരെയാണ്. അതേപോലെ RHSൻ്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇത് 100 എന്നുള്ളത്, അത് M1ൻ്റെ ഈ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് മാക്സിമം 150 വരെയും കുറവ് 60 വരെയും പോകാൻ പാടുള്ളൂ. കാരണം ആ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഷാഡോ പ്രൈസും മറ്റ് കാര്യങ്ങളെല്ലാം ബാധകമാവുള്ളൂ. ഇനി ആ റേഞ്ചിലല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷാഡോ പ്രൈസൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇഫ് ദ പ്രോഫിറ്റ് ഓഫ് പ്രോഡക്റ്റ് A ഇൻക്രീസസ് ടു 12, പ്രോഫിറ്റ് 12 ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടേ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കോഎഫിഷ്യൻറ്റ് റേഞ്ചാണ്. എ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റാണ്. അതിൻ്റെ റേഞ്ച് നോക്കുക, അത് 15 വരെ ഉണ്ട്. അപ്പോൾ ആ റേഞ്ചിലാണ് ഇത് കൂടിയിരിക്കുന്നത്. അങ്ങനെ ആ റേഞ്ചിലാണ് കൂടുന്നതെങ്കിൽ നമുക്കറിയാം കോഎഫിഷ്യൻ്റ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് മാറ്റുന്നതെങ്കിൽ എന്ത് മാറില്ല? നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ മാറില്ല. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? x1ൻ്റെ വാല്യൂ x2ൻ്റെ വാല്യൂ ഇത് തന്നെയാണ്, 33.33യും 66.67 തന്നെയാണ്, മാറുന്നില്ല. ഓക്കെ, മിക്സും മാറുന്നില്ല. എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ഇസഡ് വാല്യൂ മാറും. കാര്യം എന്താ? എയുടെ പ്രോഫിറ്റ് 10 എന്നുള്ളത് 12 ആയി. അപ്പോൾ 12 ഇൻറ്റു x1ൻ്റെ വാല്യൂ എത്ര? 33.33 പ്ലസ് 6 ഇൻറ്റു x2ൻ്റെ വാല്യൂ എത്ര? 66.67. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ പുതിയ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതാ, സോ ഫസ്റ്റ് നമ്മൾ റേഞ്ചിലാണോ ചെക്ക് ചെയ്തു. അത് ആ റേഞ്ചിലായതുകൊണ്ട് കറണ്ട് ബേസിസ് റിമെയിൻസ് ഒപ്റ്റിമൽ. ഹെൻസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ റിമെയിൻസ് ദ സെയിം. x1 = 33.33, x2 66.67, x3 = 0 ആൻഡ് ദിസ് ഈസ് ദ ന്യൂ പ്രോഫിറ്റ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് മെഷീൻ ഷുഡ് ബി എക്സ്പാൻഡഡ്. അപ്പോൾ മെഷീൻ എന്ന് പറയുമ്പോൾ കൺസ്ട്രെയിൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തോ ചെക്ക് ചെയ്യേണ്ടത്? ആദ്യമേ പോയി ഷാഡോ പ്രൈസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഷാഡോ പ്രൈസ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണോ, നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഷാഡോ പ്രൈസ് ഏതിനായിരുന്നു കൂടുതൽ? M1-നായിരുന്നു ഷാഡോ പ്രൈസ്
കൂടുതൽ 3.33 ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ M1 എന്ന മെഷീൻ വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനെന്ന് കിട്ടി. സോ മെഷീൻ എക്സ്പാൻഡ് ചെയ്യണം നിശ്ചയിക്കുന്ന ഷാഡോ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. മെഷീനിൽ ഏറ്റവും കൂടുതൽ ഷാഡോ പ്രൈസ് ഉള്ളത് M1 ആയതുകൊണ്ട് നമ്മൾ അതാണ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് സിയിലോട്ട് വരാം. 25 യൂണിറ്റ്സ് ആർ ആഡഡ് ടു M1 കപ്പാസിറ്റി. അതായത് M1ൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ നിന്ന് ഇപ്പോൾ എനിക്ക് 100 ആയിരുന്നു കപ്പാസിറ്റി, ആ 100 എന്നുള്ളത് 25 യൂണിറ്റ് കൂട്ടി പ്ലസ് 25 ആക്കി. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട റേഞ്ച് ചെക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ റേഞ്ചിലാണ്. അങ്ങനെ റേഞ്ചിലായ സ്ഥിതിക്ക് നമുക്ക് പറയാം ഷാഡോ പ്രൈസ് വാലിഡ് ആണ്. ഷാഡോ പ്രൈസ് എത്ര? M1ൻ്റെ കേസിൽ 3.33 ആണ്. സോ 25 യൂണിറ്റ് കൂട്ടിയാൽ 25 ഇൻറ്റു 3.33 പ്രോഫിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടും. പക്ഷെ അതിനൊരു ചിലവുണ്ട്. എത്ര? 50 രൂപ. സിൻസ് നമുക്ക് അഡീഷണൽ കിട്ടുന്നത് 83.25 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 3.3 എന്ന് പറയുന്നത് 83.25 ആണെന്നും അത് നമുക്കുണ്ടാകുന്ന ചിലവിനെക്കാട്ടിയും കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ എക്സ്പാൻഷൻ എക്കണോമിക്കലാണെന്നും പറയാം. മനസ്സിലാക്കേണ്ടത് കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെക്ക് ചെയ്യേണ്ടത് ഷാഡോ പ്രൈസ് ആണ്. ഷാഡോ പ്രൈസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പ്രോഫിറ്റ് ഓഫ് C ഇൻക്രീസസ് ടു 7. നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞു A ആൻഡ് B ആണ് ഇപ്പോൾ ഉണ്ടാക്കേണ്ട പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ ഒരു LPP പ്രോബ്ലത്തിൻ്റെ കേസിൽ A ആൻഡ് B ആണെന്ന് നമുക്ക് X1 = X2 വാല്യൂ മാത്രമേ ഉള്ളൂ. X3 വാല്യൂ 0 ആയിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അപ്പം ഇവർ പറയുന്നത് C എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റ്. അപ്പോൾ അത് വേണോ? അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് എത്ര? ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് 4 ആണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. കറക്റ്റ്, 4 ആണ്. സോ അതായതുകൊണ്ട് നമുക്കറിയാം C എന്ന് പറയുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? അതിൻ്റെ റെഡ്യൂസ്ഡ് കോസ്റ്റ് ചെക്ക് ചെയ്യണം. അതിൻ്റെ റെഡ്യൂസ് കോസ്റ്റ് എത്ര? 2.67 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം C എന്ന് പറയുന്ന പ്രോഡക്റ്റ് അത് കയറണമെങ്കിൽ നമ്മുടെ പുതിയ സൊല്യൂഷനിൽ വരുമോ ഇല്ലയോ എന്ന് പറയുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ X3 എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തുള്ള കോഎഫിഷ്യൻ പ്ലസ് പുതിയ റെഡ്യൂസ്ഡ് കോസ്റ്റ്, പുതിയതല്ല നേരത്തുള്ള റെഡ്യൂസ്ഡ് കോസ്റ്റ് 2.67, ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 6.67 കിട്ടി. ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ പ്രോഫിറ്റിനെ കാട്ടിയും താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പുതിയ കൂട്ടാൻ പോകുന്ന 7 എന്ന് പറയുന്നത് 6.67 കാട്ടിയും കൂടുതലാണെങ്കിൽ, ഓക്കെ, കൂടുതലാണ് നമുക്ക്, ദാറ്റ് ഈസ് എബോവ് 6.67 ആണെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ആണെന്നും നമുക്ക് C പ്രൊഡ്യൂസ് ചെയ്യണമെന്നും പറയാം. അപ്പം നമ്മളുടെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ്, അതായത് ആ മിക്സാണ് വരാൻ പോകുന്നതെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഉള്ള പ്രോഫിറ്റും ഈ റെഡ്യൂസ്ഡ് കോസ്റ്റും കൂടെ കൂട്ടി കിട്ടുന്ന വാല്യൂവിനെ കാട്ടിയും മുകളിൽ നമ്മളുടെ പുതിയ പ്രോഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കും. അതിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരുന്നത് ഇഫ് ദ പ്രോഫിറ്റ് ഓഫ് C ഇൻക്രീസസ് ടു 7, സെയിം തന്നെ സിയുടെ വാല്യൂ കൂട്ടി, ഷുഡ് A be പ്രൊഡ്യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സിയുടെ പ്രോഫിറ്റ് അവർ കൂട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാവും സിയുടെ പ്രോഫിറ്റ് 7 എന്ന് പറയുന്നത് 6.67 കൂടുതലാണ്. അതായത് 4 + 2.67 ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ റീസ്ട്രക്ചർ ആവുമെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ Aയും Bയും മാത്രം പോരാ, Cയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനകത്ത്? The profit of C is increased to 7, which is greater than the sum of existing profit and reduced cost. So the optimal solution will change and C should also be produced along with A and B എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അഡീഷണൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പ്രോഫിറ്റ് ഓഫ് B ഇൻക്രീസസ് ടു 8. ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി B ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ളതാണെങ്കിൽ നമ്മൾ റേഞ്ച് ചെക്ക് ചെയ്യണം. ആ റേഞ്ചിൽ തന്നെയാണ്, 4 <, C2 <10 ആണ്. അപ്പോൾ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ്, നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂസ് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? C ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നല്ലതുപോലെ വായിക്കുക. ദിസ് ഈസ് ഹൗ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ആർ അഡ്രസ്ഡ്. നിങ്ങൾക്ക് ട്യൂട്ടോറിയലിൽ അസൈൻമെൻറ്റൊക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഇതേപോലെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സെൻസിറ്റീവ് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസ് A പാർട്ടിൽ വന്നാൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ഇവിടെ ലെക്ചർ ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ വളരെ സഫീഷ്യൻ്റ് ആണ്. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ.
Thank you.